ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ ഇതെന്ന് സർക്കാർ തീരുമാനിക്കണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതാണോ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ധാർമ്മികതയെന്നും സണ്ണി ജോസഫ് ചോദ്യമുന്നയിച്ചു. അതേസമയം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണങ്ങൾ വിവാദമായതിനു പിന്നാലെ സംഭവം ഒത്തുതീർപ്പിലേക്ക്. ഗണേഷ് കുമാർ തന്നെ വിളിച്ച് ക്ഷമാപണം നടത്തിയെന്ന് ഭാര്യ മിന്ദു മേനോൻ ഒരു വാർത്താ ചാനലിനോട് വെളിപ്പെടുത്തി. വൈകാരികതയുടെ പുറത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണെന്നും അവർ വ്യക്തമാക്കി. ഗണേഷ് കുമാർ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കില്ലായിരുന്നുവെന്നും ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇന്ന് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുവെന്ന് ബിന്ദു മേനോൻ പറഞ്ഞത്. ഭാര്യയുമായുള്ള പ്രശ്നം പുറത്തു വന്നതോടെ ഗണേഷ് കുമാർ സമ്മർദ്ദത്തിലായിരുന്നു. ഘടകകക്ഷികൾക്കുൾപ്പെടെ ഗണേഷ് കുമാർ പ്രശ്നം അതീവ ഗുരുതരമെന്നായിരുന്നു വിലയിരുത്തിയത്. ഇതിനിടയിലാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നത്. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി വാളകത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പാണ് ഗണേഷ് ഭാര്യയെ വിളിച്ച് ക്ഷമാപണം നടത്തിയത്. തുടർന്നാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് അടുത്തത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ പ്രതികരിച്ചു. ഗണേഷ് ഇന്നലെ സഹോദരിയെ വിളിച്ചതായും ഇന്ന് തന്നെ വിളിച്ചെന്നും ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. മന്ത്രി ക്ഷമാപണം നടത്തിയെന്നും തനിക്ക് പരാതിയില്ല എന്നുമാണ് ബിന്ദു മേനോൻ പറഞ്ഞത്. ഗണേഷിനെ ഇട്ടെറിഞ്ഞു പോകാനില്ലെന്നും അത്രമേൽ ഇഷ്ടപ്പെടുന്നുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈബർ ഇടങ്ങളിൽ നിലനിന്നിരുന്ന ആക്ഷേപങ്ങളിൽ വിശദീകരണവുമായി ഇന്നലെ ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തനിക്ക് പ്രണയമുണ്ടെന്നും വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. 5 അല്ല 5000 പ്രണയമുണ്ടെന്നും മറ്റുള്ളവർ പോലീസിന്റെ സഹായം തേടണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന് പിന്നാലെ മന്ത്രിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് ഭാര്യ ബിന്ദു മേനോൻ രംഗത്തെത്തിയിരുന്നു.